അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർ 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് ഇത് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് തോന്നുന്നു. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചതാണ്. ഒരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ച് നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല വായിച്ചാൽ. നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവർ എന്നോട് BJPക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPMകാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. ബഹുമാനിച്ചു എന്നല്ല, ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലൊരാളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. ഞാനൊന്നും മാറ്റി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ ഇതിൽ കയറി ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇല്ലല്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഈ സംബന്ധിച്ച് UDFന്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും CPIMന്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം? എത്ര ദിവസത്തെ അന്തിച്ചർച്ച അതിന്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു? 2 ജീവനുകളാണ് പൊലിഞ്ഞത്. NM വിജയനും മകനും ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം സൃഷ്ടിച്ചത് MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് അപ്പച്ചനും അടക്കം നടത്തിയ നിയമനക്കോഴയും അതിലെ പണമിടപാട് ബാധ്യതയുമാണ് എന്ന് ആ ഖദർധാരിയായ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞു. ആ പാവ മനുഷ്യൻ്റെ ആത്മഹുതിയിലേക്ക് നീങ്ങിയ സംഭവവികാസങ്ങൾ അദ്ദേഹം ഹൃദയരക്തത്തിൽ ചാലിച്ചാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത്. തലങ്ങും വിലങ്ങും പ്രാണരക്ഷാർത്ഥം പാഞ്ഞിട്ടും പാർട്ടി യജമാനന്മാർ കുലുങ്ങിയില്ല, ഇടപെട്ടില്ല. എന്നിട്ടിപ്പോൾ അറിയില്ലെന്നും വായിച്ചില്ലെന്നുമൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്നു. ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കാനുള്ള എല്ലാ ശ്രമവും ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ മകനെയും നഷ്ടപ്പെട്ട ആ കുടുംബത്തിനുണ്ടാക്കുന്ന ആഘാതം ഇവർ കാണുന്നില്ലേ? അടക്കിയ പച്ചമണ്ണുണങ്ങും മുമ്പ് വിജയേട്ടൻ എന്ന കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട DCC ട്രഷററെ തള്ളിപ്പറയുകയും IC ബാലകൃഷ്ണനെ അടക്കം സംരക്ഷിക്കുകയും ചെയ്യുന്ന KPCC അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അധിക്ഷേപങ്ങൾ. നീതിയും കരുണയും ലഭിക്കാൻ ആ കോൺഗ്രസ് കുടുംബം ഇനി എന്താണ് ചെയ്യേണ്ടത്? ചർച്ച ചെയ്യാൻ നമുക്ക് ഇന്ന് നമ്മുടെ അതിഥികളെ ആദ്യം പരിചയപ്പെടാം. P. ഗഗാറിൻ CPIM നേതാവ്, ദീപ അനിൽ കോൺഗ്രസ് നേതാവ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ M. ജയചന്ദ്രൻ. ആദ്യം ശ്രീ ദീപാനിലേക്ക്. ശ്രീമതി ദീപാനിൽ, 2 പേരുടെ ജീവൻ പൊലിഞ്ഞു. അതിൽ 2 പേരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണ്. വിജയേട്ടൻ എന്നാണ് കോൺഗ്രസ്സുകാർ, വയനാട്ടിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ തികച്ചു വിളിക്കാറില്ല. അത്രയേറെ പ്രിയപ്പെട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ മരണവും അതുയർത്തിയ പ്രശ്നങ്ങളും ആ ആത്മഹത്യാക്കുറിപ്പ് അടക്കം പുറത്തു വന്നിട്ടും എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് വേണ്ടത്? ശ്രീ ദീപാനിൽ. 2 കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിന്റെ മകനോ എന്നുള്ളതല്ല. ആരായാലും ആത്മാഹുതി ചെയ്യുക അല്ലെങ്കിൽ കാലം കഴിയുന്നതിന് മുൻപ് മരണത്തിന് കീഴടങ്ങുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. അതിൽ കോൺഗ്രസ്സുകാരനെന്നോ
CPM കാരനെന്നോ അല്ലെങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനായ ജനമെന്നോ ഒന്നും അതിൽ വ്യത്യാസമില്ല. പക്ഷേ ഇത് ഇവിടെ വി.ഡി. സതീശനോടും കെ. സുധാകരനോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ദീപാനിൽ തുടരൂ. അല്ല, ഒരു കാര്യം, ഞാൻ സംസാരിക്കുമ്പോ ദയവ് ചെയ്ത് ആങ്കർ ചെയ്യുന്ന ആള് ഇടപെടാതിരിക്കുക. കൈരളി ചാനലിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ, ഞങ്ങളിലും കൂടെ അടിച്ചേൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ വാചകങ്ങളെ പകുതി ഖണ്ഡിച്ചുകൊണ്ട് നിങ്ങളുടെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ തുടരില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. എനിക്കത് പറഞ്ഞ് പൂർത്തിയാക്കാനുള്ള അവസരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കത്ത് വായിച്ചതാണ്. വിജയേട്ടൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ DCC ട്രഷററുടെ കത്ത്, ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയും, ആ കത്ത് നമ്മൾ വായിച്ചതാണ്. അതിലെവിടെയെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിയെ ഇത്രയധികം സ്നേഹിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവസാന നിമിഷവും നിന്നിട്ടുള്ളത് എന്നതിനർത്ഥം കോൺഗ്രസ് പാർട്ടിയോട് അദ്ദേഹത്തിന് യാതൊരു എതിർപ്പുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു പരാതിയുമില്ല. അദ്ദേഹത്തിന് പരാതിയായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്, ആ കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന 1-2 നേതാക്കന്മാരുടെ പേരുകളാണ്. ഈ കത്ത് അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. അവിടെയുള്ള ഞങ്ങളുടെ AP അനിൽകുമാർ MLA ഉൾപ്പെടെ ഉള്ളവർ, അവിടെയുള്ള എല്ലാവരും അതിനെ അനുഗമിച്ചിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഈ കത്ത് പുറത്തു വരുമ്പോൾ, ഈ കത്ത് നമ്മുടെ പാർട്ടിയിലെ നേതാക്കന്മാരെ, KPCC അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ഉള്ളവർക്ക് കൊടുക്കുമ്പോൾ ഒരു 10 ദിവസത്തെ സമയം ഞങ്ങൾ കൊടുക്കുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള തീരുമാനത്തിന് എന്ന് ഈ അദ്ദേഹത്തിന്റെ വീട്ടുകാർ തന്നെയാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥയെ വളരെ ബഹുമാനത്തോടെയും ആദരവോടും തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു പിതാവിനെയും അല്ലെങ്കിൽ സഹോദരനെയും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ, 2 പേരെ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആത്മഹത്യയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രകോപിതരാവാം. ഒരുപക്ഷെ അവരെ പ്രകോപിപ്പിക്കാൻ പുറത്തുനിന്നുള്ള പലരും ശ്രമിക്കാം. അതിന്റെയൊക്കെ ചിലപ്പോ അലയൊലികൾ അവരുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാവാം. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കണം 10 ദിവസത്തെ സമയം കൃത്യമായി പറഞ്ഞിട്ടും, അവർ തന്നെ പറഞ്ഞിട്ടും 2 ദിവസം മുൻപ് അവർ ഈ കത്ത് പുറത്തുവിടുന്നു. അപ്പോ ഈ 10 ദിവസത്തെ സമയം പറയുമ്പോൾ തന്നെ KPCCയിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ വായിക്കുകയാണ്. അവരുടെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ മുമ്പ് ഓപ്പണായിട്ട് അദ്ദേഹം പറഞ്ഞത് BJP-കാരന് വരുന്നുണ്ട്, CPM-കാര് വരുന്നുണ്ടെന്ന്. അപ്പോ ഇതിലൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കരിവാരി തേക്കാൻ കിട്ടുന്ന ഒരു അവസരം അതിനുവേണ്ടി വിനിയോഗിക്കാനായിട്ട് വ്യഗ്രത പൂണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ ഇവരെ ചെന്ന് കാണുന്നുണ്ടാവാം. അതിന്റെ ഫലമായിട്ടായിരിക്കാം 2 ദിവസം മുൻപ് ഒരു കത്ത് പുറത്തുവിടുകയും ഇത്രയും വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അച്ചടക്ക സമിതി ആരാധ്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഏത് തരത്തിലുള്ള പോലീസ് അന്വേഷണത്തെയും ഇതില് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ ആഭ്യന്തര ശ്രീ VD സതീശനും അല്ലല്ലോ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയനല്ലേ. അദ്ദേഹത്തിന്റെ പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, ഇതിന്റെ അകത്ത് തെറ്റുകാരുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. ദീപാനിൽ ഇതിൽ വ്യക്തത വരേണ്ടത് ആർക്കാണ്? ദീപാനിൽ കേൾക്കാമോ? സൗണ്ടിന് എന്തോ ക്ലാരിറ്റി കുറവുണ്ട് തോന്നുന്നു, പറയണം. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ഈ വിഷയം പുതിയതായി അറിയുന്നു, 8 ദിവസം സമയം ആവുമ്പോഴേക്കും അവരത് പൊട്ടിച്ചു എന്നൊക്കെയാണ്. എന്നിട്ട് അത് മാത്രമല്ല, അതിനകത്തുകൂടി ആ കുടുംബത്തെ അധിക്ഷേപിക്കുക കൂടെ ചെയ്യുന്നു. ഇവിടെ ഇത് നേരത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയില്ലേ? അവരുടെ മാനസികാവസ്ഥയെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ കുടുംബത്തിന്റെ 2 അംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ മാനസികാവസ്ഥയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അത് മനസ്സിലാക്കുന്നു. പക്ഷെ അതിനിടയിലും വിധ്വംസക പ്രവർത്തനങ്ങളോ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ ആരെങ്കിലും ചെന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അവർ തന്നെ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത്? BJP-കാർ ഞങ്ങളെ കാണുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പറയുന്നതല്ലേ? പ്രതിപക്ഷ നേതാവും കെ. സുധാകരനും KPCC അധ്യക്ഷനും ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ വരുത്തേണ്ട വ്യക്തതകളുണ്ട്. അവർക്കിത് അറിയില്ല, അവരിത് വായിച്ചിട്ടില്ല, അവരിത് കണ്ടിട്ടില്ല, അവിടെ ഓഫീസിലാണ്, ക്ലാരിറ്റി കുറവുണ്ടെന്ന് അന്നേ പറഞ്ഞിരുന്നു. വായിച്ചിട്ടില്ല എന്ന് കെ. സുധാകരൻ പറഞ്ഞു.
വായിച്ചിട്ടില്ലെന്നോ തിരുത്തിയിട്ടില്ലെന്നോ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇന്ന് നടത്തിയ, നിങ്ങൾ എന്താ ചിലതിന് നേരെ കണ്ണടയ്ക്കുന്നത്? ചില കാര്യങ്ങൾ ചിലയിടത്തുനിന്ന് മാത്രം ഇത് എന്താണ് അടർത്തിയെടുക്കുന്നു, ചില കാര്യങ്ങൾ അങ്ങ് വിസ്മരിക്കുന്ന കാര്യം എന്താണ്? ശ്രീ കെ സുധാകരൻ KPCC പ്രസിഡന്റ് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ IC ബാലകൃഷ്ണനോടും ശ്രീ അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ അകത്ത് ഇടപെടണം, അതിലെ കാര്യങ്ങൾ ചെയ്യണം, അത് വലിയ വിപത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ. ശ്രീ VD സതീശൻ പറഞ്ഞല്ലോ. അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ആ കത്ത് വായിച്ചത്. പക്ഷേ ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് ഇന്നലത്തെ ആ വാക്കുകൾ വേണമെങ്കിൽ കേൾക്കാം. ഇന്നലത്തെ ആ വാക്കുകൾ ഇപ്പോഴുള്ളതല്ല, ഇന്നലത്തെ ആ വാക്കുകൾ കേൾക്കാം വേണമെങ്കിൽ. ഈ കത്ത് എൻ്റെ ഓഫീസിലാണ്, ഈ കത്ത് എൻ്റെ ഓഫീസിലാണ്. അത് ഞാൻ വായിച്ചിട്ടില്ല. ഊരുതണ്ടി നടക്കുന്നതിനിടയിൽ എപ്പോഴാണ് വായിക്കാനാവുന്നത് എന്നത് ഇന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഇന്ന് പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമായ കാര്യങ്ങൾ ഞാൻ കെ സുധാകരന്റെ ആ വാക്കുകളിലേക്ക് തന്നെ പോകാം. ഇന്നില്ലേ, ഒരു മിനിറ്റ്. ശ്രീ ദീപാനിൽ ഇത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും KPCC നേതൃത്വത്തിനോ പ്രതിപക്ഷ നേതാവിനോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഈ വാക്കുകൾ മാത്രം കേട്ടാൽ മതി. കാരണം ഇത് ആഭ്യന്തര കാര്യമാണ്, ഇത് പാർട്ടി കാര്യമാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നിൽ നിന്ന ആൾ പറയുന്നു MLA തന്നെ SP-ക്ക് കൊടുത്തു. ഉടനെ ടേൺ മാറിയിട്ട് SP തന്നെ കൊടുത്തല്ലോ, അന്വേഷിക്കാമല്ലോ എന്ന്. അതായത് ഇതിനകത്ത് മുഴുവൻ മറച്ചു വെക്കാൻ കള്ളത്തരങ്ങളുണ്ട് എന്ന് ബോധ്യമാകുന്നു. കെ സുധാകരൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. അങ്ങനെ മറച്ചു വെക്കാൻ കേൾക്കൂ താങ്കൾ ഈ വാക്കുകൾ കേൾക്കൂ. കെ സുധാകരന്റെ ഈ വാക്കുകൾ കേൾക്കൂ. അന്വേഷണം സ്വാഭാവികമായിട്ട് വേണ്ടി വരില്ല. അതിനെങ്ങനെയാണ് പാർട്ടി അതിന് അന്വേഷിക്കുന്നത്? പാർട്ടിക്കാരിയല്ലേ ഇത്. MLA കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയുള്ള SP കൊടുത്തിട്ടുണ്ട്, MLA കൊടുത്തിട്ടുണ്ട്. ആരെ പേര്? അത് കുഴപ്പമില്ല. ഇതാണ്, അതായത് ഇത് ആഭ്യന്തര കാര്യമാണ്, പാർട്ടി കാര്യമാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന പാർട്ടി നേതാവ് അല്ലെങ്കിൽ സഹപ്രവർത്തകൻ പറയുകയാണ്, അല്ല അത് MLA തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ ടേൺ മാറുകയാണ്. ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് മുഴുവൻ കാര്യങ്ങളിലും. എന്താണ് അസ്വാഭാവികതയെന്നോ? ഇത് ആഭ്യന്തര കാര്യമാണോ? ആത്മഹത്യ ആഭ്യന്തര കാര്യമാണോ? രണ്ട് മനുഷ്യർ ആത്മഹത്യ ആഭ്യന്തര കാര്യമാണോ? MLA തന്നെ അത് ഓൾറെഡി അങ്ങനെ ആഭ്യന്തര കാര്യമാണെങ്കിൽ അങ്ങനെ ഈ കത്തിന്റെ കാര്യം ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ടാണല്ലോ കുടുംബം പാർട്ടിക്ക് പാർട്ടി നേതൃത്വത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അത് അല്ലെങ്കിൽ കുടുംബം നേരെ പോലീസിനല്ലേ കൊടുക്കേണ്ടത്? പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായതുകൊണ്ടല്ലേ കുടുംബം തന്നെ. എന്നിട്ട് പാർട്ടി ഇടപെട്ടോ? നിങ്ങൾ പറയുന്നത് ഒരു കോള് പോലും വിളിച്ചില്ലല്ലോ. വിജയേട്ടന്റെ ജീവിച്ചിരിക്കുന്ന മകൻ ദീപ വിജയേട്ടന്റെ ജീവിച്ചിരിക്കുന്ന മകൻ പറഞ്ഞല്ലോ, കൊടുത്തിട്ടും ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത സമീപനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പറഞ്ഞു. രണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് കൊടുത്തതിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞു, ഒരു കോള് പോലും വിളിച്ച് ഇക്കാര്യം അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് താല്പര്യമാണ് നിങ്ങൾക്കുള്ളത് ദീപാനിൽ? തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക സമിതിയുടെ നേതൃത്വത്തിലുള്ളവരെ അവിടെ വിടുകയും അവരതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുന്നത്. 10 ദിവസത്തെ സമയമുണ്ട്. ഞങ്ങൾ തന്നെ 10 ദിവസം കാത്തിരിക്കുകയാണ് നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി എന്ന് പറയുമ്പോ 10 ദിവസത്തെ അതിനുള്ള നടപടികൾ പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. എവിടെ? നിങ്ങൾ വായിച്ചിട്ടില്ലെന്നല്ലേ പറയുന്നത്? കെ സുധാകരൻ വായിച്ചിട്ടില്ലെന്നാ പറയുന്നത് ഈ കത്ത്. പിന്നെ എങ്ങനെയാണ് 10 ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് നടപടി ഉണ്ടാകുന്നത്? പ്രതിപക്ഷ നേതാവ് പറയുമ്പോ ഇന്ന് KPCC പ്രസിഡന്റ് അങ്ങനെയാണോ പറഞ്ഞത്? വെറുതെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഞാൻ പറയട്ടെ ആടിനെ പട്ടിയൊന്നും ആക്കണ്ട. ശ്രീ ദീപാനിൽ ആ കള്ളി പുറത്താകുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. കെ സുധാകരൻ പറഞ്ഞ ഈ വാക്കുകൾ കൂടി കേൾക്കൂ. ഇത് നേരത്തെ ഈ വിഷയം നേരത്തെ ഉണ്ടായതുമാണ്. ആ വിഷയത്തിൽ ഞാൻ ഇടപെട്ടതുമാണ്. ഞാൻ ഇടപെട്ട് സംസാരിച്ചത് ഒതുക്കിയതാണ്. ആ ഒതുക്കിയതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മളെ പ്രശ്നങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മളത് തീർത്ത് എടുക്കും. ഇതാണ് ദീപാനിൽ. അതായത് നേരത്തെ ഈ പ്രശ്നം അറിഞ്ഞിരുന്നു, ഇടപെട്ടിരുന്നു.
കോഴ വാങ്ങിയ പ്രശ്നം കെ സുധാകരൻ അടക്കം അറിയാമെന്ന് പറയുന്നു, അതിൽ ഇടപെട്ടിരുന്നു എന്ന് പറയുന്നു. ചിലപ്പോൾ പറയുന്നു കത്ത് കണ്ടില്ല, വായിച്ചില്ല, അറിഞ്ഞില്ല എന്ന് പറയുന്നു. എന്താണ് ഒരു വ്യക്തതയില്ലാത്തത് ദീപാനിൽ? എന്താണ് ഒരു വ്യക്തതയില്ലാത്തത്? കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണ് എന്ന് ബോധ്യമാകുന്നതിന് ഇതിനപ്പുറം വാക്കുകൾ വേണമോ? ഈ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം എന്താണ്? ശരി ശരി, ഞാൻ കെ സുധാകരന്റെ ഇന്നലത്തെ വാക്കുകൾ, അദ്ദേഹം അറിയില്ല, വായിച്ചില്ല എന്ന് പറഞ്ഞ വാക്കുകൾ എടുക്കാം. PCR അലർട്ട് ഞാൻ തിരിച്ചെത്താം ദീപ. ശ്രീ പി ഗഗാറിൻ, അതായത് ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ കോഴയിടപാടും, ശ്രീ പി ഗഗാറിൻ താങ്കളോടാണ്, ഒരു പാർട്ടി നേതൃത്വത്തിൻ്റെ കോഴയിടപാടും ആ കോഴ തീർത്ത പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും പണമിടപാടും ഒരു മനുഷ്യൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ജീവൻ ഒടുക്കിയ വിഷയം, അതൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ലേ? അതിലെന്തിനാണ് MLA രാജിവെക്കുന്നത്? എന്താണ് അതിൻ്റെ യുക്തി? ഒന്ന് പറഞ്ഞു കൊടുക്കൂ ദീപാനിലിന്. വയനാട് ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ്സിന് ഇതൊരു പുതിയ അനുഭവമല്ല. വയനാട്ടിലെ കോൺഗ്രസ്സുകാർ നേരത്തെയും ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ട്, ഇപ്പം മാനന്തവാടിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻറ്റ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ തന്നെ തൂങ്ങി മരിച്ച്, കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ പേരെഴുതി വെച്ച് തൂങ്ങി മരിച്ച അനുഭവം വയനാട്ടിലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത കാലത്താണ് പുൽപ്പള്ളി ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുകയും KPCCയുടെ സെക്രട്ടറി 11 മാസക്കാലം ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇപ്പോഴും അവരെല്ലാം കോൺഗ്രസ്സിലുണ്ട്, എല്ലാവരും അവർ കോൺഗ്രസ്സിലാണ്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ സംഭവമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ കോൺഗ്രസ്സുകാർ ആത്മഹത്യ ചെയ്യുകയും കോൺഗ്രസ്സുകാരാൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സംഭവമാണ് ഈ സംഭവം. ഇതിലാണെങ്കിൽ ജില്ലാ ട്രഷറർ തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. അതും 50 വർഷക്കാലം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരാൾ. മാത്രമല്ല, ഈ ആത്മഹത്യക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ഒറ്റക്ക് ആത്മഹത്യയല്ല ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സുഖമില്ലാത്ത മകന്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദാരുണമായൊരവസ്ഥയാണ് അത്. സുഖമില്ലാത്ത മകൻ, ഞാൻ മരണപ്പെട്ടാൽ ആ മകനെ നോക്കാൻ, 38 വയസ്സുള്ള ആ മകനെ നോക്കാൻ, മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന മകനാണ്, ആ മകനെ നോക്കാൻ മറ്റൊരാൾ ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗതികേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വയം ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വന്തം മകൻ്റെ വായിൽ വിഷം കൊടുത്തുകൊണ്ട് ആ മകനെ കൂടി കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ജില്ലാ ട്രഷറർ ആയി DCCയുടെ ജില്ലാ ട്രഷററാണ് ശ്രീ NM വിജയൻ. അതിനെ വീണ്ടും ന്യായീകരിക്കുക. ഇന്നിപ്പോൾ സുധാകരൻ പറഞ്ഞത് അവരുടെ ബാക്കി ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് അന്തവും കുന്തവും ഇല്ല എന്നാണ്. അതെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് നേരത്തെ കോൺഗ്രസ് അന്വേഷിച്ചിട്ടുണ്ട്. KPCC അന്വേഷിച്ചതാണ്. KPCC അന്വേഷിച്ച് 2 പേരെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സസ്പെൻഡ് ചെയ്ത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബന്ധമുള്ളതും ഈ പണമിടപാടുകളിൽ ഈ ബാങ്കിൽ മാത്രമല്ല, അർബൻ ബാങ്കിൽ മാത്രമല്ല, കാർഷിക വികസന ബാങ്കിലും മുമ്പ് സർവീസ് സഹകരണ ബാങ്കിലും ഇത്തരം ഇടപാടുകൾ നടത്താൻ ഏറ്റവും മികച്ച ബന്ധമുള്ള കോൺഗ്രസിൻ്റെ DCC ഭാരവാഹിയായ ഗോപിനാഥ മാഷെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ വീണ്ടും തിരിച്ചെടുത്തതും കോൺഗ്രസിൽ തന്നെ തിരിച്ചെടുത്തതും ഇതൊക്കെ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സുധാകരനോ സതീശനോ ഇതൊന്നും അറിയാത്ത പ്രശ്നങ്ങളല്ല, ഇതൊക്കെ നേരത്തെ അറിയാം. സുധാകരൻ തന്നെ നേരത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കുടുങ്ങും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും രമ്യമായി പരിഹരിക്കണമെന്ന് ഞാൻ കോൺഗ്രസിൻ്റെ വയനാട്ടിലെ നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സുധാകരൻ തന്നെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ഇത് അറിയാത്തതല്ല. മരണത്തെ സംബന്ധിച്ച്, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ മരണമല്ല പറഞ്ഞല്ലോ, സ്വന്തം മകൻ, ദാരുണമായ ഒരു അവസ്ഥയാണത്. ആ മകന് വിഷം കൊടുത്ത് മരിക്കുന്ന അച്ഛൻ, അത് DCC ട്രഷററാവുക, അതിന് ഉത്തരവാദികൾ വയനാട്ടിലെ DCC പ്രസിഡൻ്റാവുക, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ MLA ആവുക, വയനാട്ടിലെ DCCയുടെ നിരവധി ഭാരവാഹികളാവുക, വയനാട്ടിലെ ബ്ലോക്ക് ഭാരവാഹികളാവുക കോൺഗ്രസിൻ്റെ. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയാണ്, ഞങ്ങൾ അറിഞ്ഞില്ല, കേട്ടില്ല, വായിച്ചില്ല, വായിച്ചതിൽ വ്യക്തതയില്ല, എഴുതിയതിൽ മക്കൾ പറയുന്നതിൽ വ്യക്തതയില്ല. CPMകാർ ആര് പണം കൊടുക്കാനാണ്?
ഏത് CPM-കാരാണ് ഈ കാര്യത്തിന് അവർക്ക് പണം കൊടുക്കേണ്ട കാര്യം? CPM-നെന്താ? സുധാകരൻ അങ്ങനെ അടിക്കല്ലേ, എന്തും പറയാന്നുള്ളതാണ്. ഇതിന് CPM-നൊരു ഉത്തരവാദിത്വമില്ലല്ലോ, വേറൊരു പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലല്ലോ, മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെത് മാത്രമല്ലേ? ഞാൻ ചോദിക്കട്ടെ, വയനാട്ടിൽ ഇതുപോലെ നിയമനങ്ങളിൽ അഴിമതി നടത്തുന്നത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമല്ലേ? കാർഷിക വികസന ബാങ്കിൽ നിയമനം നടത്തിയ ആ നിയമനം മുഴുവൻ റദ്ദ് ചെയ്യാൻ ഹൈക്കോടതി അടുത്ത കാലത്താണ് വിധി പറഞ്ഞിട്ടുള്ളത്. കാർഷിക വികസന ബാങ്കിൽ പണം വാങ്ങിയത് മുഴുവൻ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. ഈ കമ്പനി തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ കമ്പനി ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് കാർഷിക വികസന ബാങ്കിൽ, ബത്തേരി കാർഷിക വികസന ബാങ്കിൽ അഴിമതി നടത്തി നിയമനം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നു, ശരി, അടുത്ത കാലത്താണ് വിധി വന്നത്. താൽക്കാലികമായ സ്റ്റേയിലാണ്. അന്ന് ഇവർ കോഴ വാങ്ങി നടത്തിയ നിയമനത്തിലെ ആളുകൾ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബത്തേരി സർവീസ് സഹകരണ ബാങ്കില്, ബത്തേരിയിൽ ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല. അതെ, താങ്കൾ പറഞ്ഞു. അതിന്റെ മനസ്സിലാക്കേണ്ടത് വയനാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു സ്ഥിരം ഏർപ്പാടായി തുടരുകയും കോൺഗ്രസ്സുകാരാൽ ആത്മഹത്യ ചെയ്യപ്പെടേണ്ട മൂന്നാമത്തെ ഒരു സംഭവമാണ് വയനാട്ടിൽ ഈ നടക്കുന്ന സംഭവം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ന്യായം പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് ആണ് സത്യത്തിൽ രാഷ്ട്രീയമായിട്ട്. ഓക്കെ, ഞാൻ എം ജയചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് NM വിജയൻ്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. കുടുംബ പരാതി കുടുംബത്തിന് പറയുന്നതിന് എന്താ? കുടുംബത്തിന് ഇത് വല്ല അന്തവും ബന്ധവും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പാർട്ടി നേതാക്കന്മാർക്ക് ഇത് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം വളരെ വലുതല്ലേ? അവരല്ലേ അതിന് പരിഹാരം കാണേണ്ടത്? വീട്ടുകാർക്ക് എന്ത് വന്നു പ്രശ്നം? ആ കത്ത് പ്രസിഡന്റ് വായിച്ചു. കത്തിൽ നിന്ന് ഞാൻ പോയതിനു ശേഷം വായിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ആവും എന്ന് സീരിയസ് ആയ റിപ്പോർട്ട് സംഭവം ആയിരുന്നില്ല, പക്ഷെ അതാവും എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. ശ്രീ എം ജയചന്ദ്രൻ, അന്തവും കുന്തവുമില്ല. അതായത് സ്വന്തം പിതാവ്, സഹോദരൻ മരിക്കേണ്ടി വന്നൊരു സാഹചര്യം ഇന്നലെ അവർ പറയുന്നുണ്ടായിരുന്നു. പാർട്ടി വഴി ലഭിച്ച ബാധ്യത തീർക്കേണ്ട കടമ കുടുംബത്തിനില്ല എന്ന്. അങ്ങനെ ഒരു രണ്ട് ജീവനുകൾ ഒരു കുടുംബത്തിൽ പൊലിഞ്ഞിട്ടാണ് അവർക്ക് അന്തവും കുന്തവും ഇല്ലത്രേ. ആർക്കാണ് യഥാർത്ഥത്തിൽ അന്തവും കുന്തവും ഇല്ലാത്തത്? ശ്രീ എം ജയചന്ദ്രൻ. ഈ വിഷയത്തിൽ കോൺഗ്രസിന് പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഇവിടെ പറയുന്നത് കേട്ടാൽ എന്താണ് നമുക്ക് സാമാന്യ യുക്തിക്ക് മനസ്സിലാവുക? അജിംഷാദിനും സഖാവ് ഗഗാറിനും ജയചന്ദ്രൻ എന്ന എനിക്കും ഒക്കെ എന്തോ ഒരു രാഷ്ട്രീയ വിരോധം കോൺഗ്രസിനോട് ബോധപൂർവം ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമ്മൾ ചർച്ച ചെയ്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. അതല്ലാതെ കോൺഗ്രസ് എന്ന പാർട്ടി ഇത് അറിഞ്ഞിട്ടേയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും കോൺഗ്രസ് എന്ന പേരുണ്ടോ? ഏതാനും 1-2 പേരുടെ പേര് മാത്രമല്ലേ അവ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്നൊക്കെ പറയണമെങ്കിൽ എത്രത്തോളം ചർമ്മബലം വേണം ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇദ്ദേഹം ഈ കോൺഗ്രസ് സഹയാത്രികനൊന്നുമല്ലല്ലോ. ആ വയനാട് ജില്ലയിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്തതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവാണ്. മരിക്കുമ്പോഴും നേതാവാണ് ഇദ്ദേഹം, ഇല്ലേ? ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ കൈരളിക്ക് സൂക്കേട് കൈരളിക്കാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര സൂക്കേടെന്നാണ് ചോദിക്കുന്നത്. കൈരളി ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ വല്ല പ്രശ്നവും ഉണ്ടാകുമായിരുന്നോ? കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇദ്ദേഹം മരിച്ചു. വിജയൻ എന്ന് പറഞ്ഞ നേതാവ് മരിച്ചു, ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തുന്നേ. അത് നിങ്ങളെന്തിനാണ് കുത്തിപ്പൊക്കുന്നത്? ഇതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പം ആരാണ് പ്രതികൾ അജിംഷാദെ? ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനും താങ്കളും ഗഗാറിനും അടക്കമുള്ള ആൾക്കാരാണ് പ്രതികൾ. അല്ലെങ്കിൽ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരൊക്കെ വന്നോ അവരൊക്കെയാണ് പ്രതികൾ. ഇത് കേൾക്കുന്ന ജനങ്ങളാകെയും തെറ്റിദ്ധരിക്കണം. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ക്രൂരതയാണിത് എന്ന് ജനങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കണം എന്നാണ്
ശരിയായി ധരിക്കണമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. പക്ഷേ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇത് പിന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായും അദ്ദേഹം പറയുന്നത് എന്താണ്? KL പൗലോസ് മുൻ DCC പ്രസിഡന്റ്, IC ബാലകൃഷ്ണൻ മുൻ DCC പ്രസിഡന്റ്, ND അപ്പച്ചൻ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, ഈ 3 DCC പ്രസിഡന്റുമാരാണ് 2013-14 മുതൽ സുൽത്താൻ ബത്തേരി അർബൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള 22 നിയമനങ്ങൾക്ക് കോഴ വാങ്ങിച്ചുകൊണ്ട് നടത്തിയ ഒരു തേരോട്ടമുണ്ട്, അഴിമതിയുടെ തേരോട്ടം, നഗ്നമായ തേരോട്ടം. അതിൻ്റെ പിന്നെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ആ ആത്മഹത്യാക്കുറിപ്പ് പ്രത്യക്ഷ വായനയിൽ തന്നെ എന്താണ് ഇതിൻ്റെ അകത്തെ പിന്നെ ക്രൂരമായ അഴിമതിയുടെ മുഖമെന്നുള്ള വെളിപ്പെടുത്തും എന്നിരിക്കെയാണ് ഈ കുറിപ്പ് വായിച്ചിട്ട് തനിക്കിത് മനസ്സിലായില്ല പല ഭാഗങ്ങളിലും. അതുകൊണ്ട് അത് അവരോട് തന്നെ ചോദിച്ചു ഇതിൻ്റെ വ്യക്തത വരാനായിട്ട്. പറയുന്നത് ആരാണ് പറയുന്നത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട നേതാവ് ശ്രീ VD സതീശനാണ് ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ കുരുക്കുകൾ അഴിക്കുന്നതും ഒക്കെ വ്യക്തമായി അറിയാവുന്ന ആൾ കൂടിയാണ് VD സതീശൻ. ആ VD സതീശനാണ് ഈ കത്ത് വായിച്ചിട്ട് ക്ലാരിറ്റി വന്നില്ലെന്ന കുടുംബത്തോട് പറഞ്ഞത്രേ. 2 ജീവനുകൾ പൊലിഞ്ഞ് മുമ്പിലെത്തി കരഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരായ ആ മനുഷ്യർ മരിച്ചിട്ട് അവരുടെ കാര്യം പറയാൻ എത്തുകയാണ് പ്രതിപക്ഷ നേതാവിന്. അപ്പോൾ ക്ലാരിറ്റി പോരത്രേ. അല്ല, ക്ലാരിറ്റി വരാൻ പിന്നെ ഈ ചില കഥകൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാനത് അന്വേഷിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. 15 അംഗ ശ്രീ ഗഗാറിന് അറിയാമത്. 15 അംഗ സഹകരണ ബോർഡാണ് അവിടെ ഉള്ളത്, ആ സഹകരണ സംഘത്തിലുള്ളത്. അതിൽ 8 പേര് BJPക്കാരാണ്, 7 പേര് കോൺഗ്രസ്സുകാരുമാണ്. അതിൽ 8-ൽ നിന്ന് ഒരുത്തനെ ഇവരങ്ങ് പിടിച്ചു, കോൺഗ്രസ് പിടിച്ചു. എങ്ങനെ പിടിച്ചു? 10 ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങി അങ്ങ് പിടിച്ചു. അതാണ് അദ്ദേഹം ഇതിനകത്ത് 10 ലക്ഷം രൂപ സൂചിപ്പിക്കുന്ന പോലുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. BJP ഒരാളെ ചാക്കിട്ട് പിടിച്ചു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അപ്പം ഇവർ എന്നിട്ട് 3 പഞ്ചായത്തുകളിലായിട്ട് ഇത് തെരഞ്ഞെടുപ്പ് വിഭജിച്ച് നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ അവരിത് BJP അത് വഴങ്ങിയില്ല. അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ പോയി ഉത്തരവ് സമ്പാദിച്ചു. എന്നിട്ട് വീണ്ടും ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? കോൺഗ്രസിന് ഒരൊറ്റ പ്രതിനിധി പോലും ജയിച്ചില്ല. 15 പേരും BJPക്കാർ തന്നെ ജയിച്ചു. പിന്നീടോ 22 നിയമനവും അവർ നേരിട്ടങ്ങ് നടത്തി. അതിൻ്റെ പൈസയും വാങ്ങിച്ചു BJPക്കാർ പൈസ വാങ്ങിച്ച് നിയമനം നടത്തി. അപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡുണ്ട്. അതിൻ്റെ ചെയർമാൻ്റെ പേരെന്താണെന്നറിയാമോ? ആ പേര് കേട്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവും, ആ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുഞ്ഞ് ഇല്ലമ്പള്ളിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുഞ്ഞ് ആരുടെ ആളായിരുന്നു എന്ന് ഞാൻ ഈ ചർച്ചയെ പറയണമെങ്കിൽ പിന്നീട് പറയാം. കുഞ്ഞില്ലമ്പള്ളി കോട്ടയംകാരനാണെന്ന് ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. അദ്ദേഹമായിരുന്നു ആ സമയത്ത് പിന്നെ സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻ. അത് അത്രയോ ഞാൻ അവിടെ കൊണ്ട് നിർത്തുന്നു. എന്നിട്ട് ഈ 22 നിയമനം കോൺഗ്രസ് നടത്താൻ വെച്ചിരുന്നിടത്താണ് ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് പണം ചെലവഴിപ്പിക്കുന്നത്, സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുത്ത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാമോ അജിംഷാദെ? പ്രത്യക്ഷത്തിൽ ഡയറക്റ്റായിട്ട് നോക്കിയാൽ ഇവരാരെങ്കിലും പൈസ വാങ്ങിച്ചതിന് തെളിവില്ല. അതേസമയം പിന്നെ ഈ വിജയൻ പണം വാങ്ങിച്ചതിന് തെളിവുണ്ട് സഹകരണ സംഘത്തിൽ നിന്ന്. അതാണ് 63 ലക്ഷം രൂപയായി കിടക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ബാക്കി ആൾക്കാരുടെ പേരിങ്ങനെ അടുക്കടുക്കായിട്ട് പറഞ്ഞു വരുന്നത്. അതോടെ ചേർത്ത് വെക്കുമ്പോഴോ പോലീസിന്, വിജിലൻസിന് വളരെ കൃത്യതയോടെയുള്ള തെളിവുകൾ കിട്ടുകയാണ്. എന്നിട്ടും പറയുകയാണ് പ്രതിപക്ഷ നേതാവ്, ആ കത്ത് വായിച്ചിട്ട് എനിക്ക് വ്യക്തത വന്നില്ല, ഞാനത് അവരോട് തന്നെ ചോദിച്ചു. നമ്മൾ ഈ നേരത്തെ കഴിഞ്ഞ 3-4 ദിവസം മുമ്പും ഞാൻ ഈ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആൾ പറഞ്ഞത് എന്താ, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് 2 പേരെ ഞങ്ങൾ പുറത്താക്കി. അത് അവർ 2 പേരും CPM-ലേക്ക് ചേർന്നു. അതോടുകൂടി ആ പ്രശ്നം തീർന്നത് CPM-ൻ്റെ പ്രശ്നമാണെന്ന്. എത്ര വിചിത്രമായ ന്യായവാദമാണെന്ന് അന്ന് നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ എത്രത്തോളം ഉരുളാമോ അത്രത്തോളം അദ്ദേഹം മാന്യ സുഹൃത്ത് ഉരുണ്ട് അങ്ങനെയാണ് അന്ന് പോകുന്നത്. അപ്പം അത് ഇന്ന് എവിടത്ത് നിൽക്കുന്നു? ഈ ആത്മഹത്യാക്കുറിപ്പ് 10 ദിവസത്തിലാണ് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ ഇത് പുറത്ത് വിടണം എന്ന് അതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയല്ലേ അദ്ദേഹം. അങ്ങനെ എഴുതി വെച്ചിട്ടാണെന്നേ പോയത്. ആ വാക്ക് മാത്രം നോക്കിയാൽ മതി.
അല്ല NB സർ, ഈ മരണക്കുറിപ്പ് അങ്ങക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കത്തിൻ്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിടവരുത്തരുതേ സർ എന്നാണ് അവസാനത്തെ വാചകം പൂർത്തീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് പാർട്ടിക്ക് വേണ്ടി അതൊക്കെ പറയുന്നുണ്ടല്ലോ, ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്, അതെല്ലാം പാഴായിപ്പോയി. പക്ഷേ മരണത്തിലൂടെ അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്. അതാണ് ചെയ്യുന്നത്. എങ്ങനെ വെല്ലുവിളിക്കുന്നു? തൻ്റെ സത്യസന്ധത കൊണ്ട് വെല്ലുവിളിക്കുകയാണ്. വിജയൻ എന്ന കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷററായിരിക്കെ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ച വിജയൻ തൻ്റെ മരണത്തിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിയെ, തൻ്റെ ജീവിതമാകുന്ന ആ പ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയിലൂടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുക. ഞാൻ ദീപാനിലേക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ കുടുംബത്തോട് നീതി ചെയ്യുക. അതാണ്. അങ്ങനെ നീതി ചെയ്യാൻ കോൺഗ്രസിനാകുമോ? ആ ചോദ്യം ഞാൻ ദീപാനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് കെ സുധാകരൻ്റെ ഈ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഉണ്ട്, ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങും, തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാവരോടും IC ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്, മാഷോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാഷോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. തീർച്ചയായും ദീപാനിൽ ഈ കെ സുധാകരൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശുദ്ധനാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. അതായത് ഇത് നേരത്തെ ഇടപെട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഊരു ചുറ്റുകയായിരുന്നു. വായിക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ രണ്ട് നേതാക്കന്മാർ പറയുന്നു. ഇതേ നേതാക്കന്മാർ തന്നെയാണ് പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ ഇത് അറിഞ്ഞിരുന്നു, ഇടപെട്ടിരുന്നു, നിങ്ങളെല്ലാവരും തൂങ്ങും. നിങ്ങളെല്ലാവരും ആരൊക്കെയാണ് തൂങ്ങുന്നത്? എന്തിനാണ് ഇവരൊക്കെ തൂങ്ങുന്നത്? ശ്രീ ദീപാനിൽ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് ശ്രീ കെ സുധാകരൻ പറഞ്ഞത് എന്താണ്? ഈ കത്ത് ലഭിച്ചതിന് ശേഷം അവരോട് എല്ലാവരോടും ഈ കത്തിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇതിന് മുൻപുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ല നേരത്തെ കുടുങ്ങുമല്ല. ദീപാനിൽ നേരത്തെ കുടുങ്ങും. അതായത് 21-ൽ ഞാൻ ചോദിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിച്ചോട്ടെ. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ആ പോലീസ് അല്ലേ ഇത് അന്വേഷിക്കേണ്ടത്? അതന്വേഷിക്കും. അതിപ്പോ ദീപാനിലോ ഇതിപ്പോ ദീപാനിലോ IC ബാലകൃഷ്ണനോ ഒന്നും പറഞ്ഞാലും ഇല്ലല്ലോ, അന്വേഷിക്കും. അത് തെറ്റുകാരെ കണ്ടെത്തുകയും ചെയ്യും. പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടി നീതി ആ കുടുംബത്തിന് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നോ, അല്ലെങ്കിൽ ശ്രീ VD സതീശൻ മറ്റുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ തൂക്കിക്കൊല്ലം വെച്ചോ? ഇതൊന്നും അല്ലല്ലോ. അവിടെ പോലീസ് അന്വേഷണം നടക്കട്ടെ. അവിടെ IC ബാലകൃഷ്ണൻ MLA എന്ന് പറയുന്ന അവിടുത്തെ ജനപ്രതിനിധി അദ്ദേഹം തന്നെയാണല്ലോ SP ഓഫീസിൽ എന്ന് പറഞ്ഞത് ഇതില് അന്വേഷണം നടത്തണമെന്നുള്ളത്. അദ്ദേഹത്തിന് എന്തൊളിച്ചു വെക്കാനുണ്ടായിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് അല്ലല്ലോ, CPM അല്ലേ, LDF അല്ലേ കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രി അല്ലേ കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് കണ്ടുപിടിച്ച് അത് തെളിയിക്കട്ടെ. ദീപാനിൽ അങ്ങനെ ഒരു പരാതി അങ്ങനെ ഒരു പരാതി കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി നിയമപരമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ടെങ്കിൽ, മൊഴികൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. കോൺഗ്രസ് എന്ന പാർട്ടിക്കല്ലേ അദ്ദേഹം കത്തെഴുതിയത്? കെ സുധാകരനും VD സതീശനും അല്ലേ കത്തെഴുതിയത്? ഇത് നേരത്തെ ഈ പ്രശ്നം അല്ല ശ്രീ ദീപാനിൽ അറ്റാക്കിംഗ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നൊന്നും ഇവിടെ നടക്കില്ല. ദീപാനിൽ ദയവായി കാര്യങ്ങൾ വ്യക്തത വരുത്തണം. ദീപാനിൽ എന്റെ ചോദ്യം ഇതാണ് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോ ആ 10 ദിവസം പോലും വെയിറ്റ് ചെയ്യാതെ
കൈരളി ചാനലാണ് ഈ കത്ത് ആദ്യം പുറത്തുവിട്ടതെന്ന് പറഞ്ഞല്ലോ. ഇത്രയധികം ചാനലുകൾ ഇവിടെ ഉള്ളപ്പോ CPM-ന്റെ ചാനലായ കൈരളി ചാനലിന് തന്നെ ഇത് പുറത്തുവിടാൻ ആദ്യം കിട്ടിയെങ്കിൽ എന്താണ് ഇതിന്റെ അകത്തുണ്ടായിട്ടുള്ളത്? ശ്രീ VD സതീശൻ പറഞ്ഞല്ലോ, അവർ തന്നെ പറഞ്ഞു CPM-കാർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട്, BJP-കാർ നമ്മളെ സമീപിക്കുന്നുണ്ടെന്ന് കുടുംബം തന്നെ പറഞ്ഞല്ലോ. ശ്രീമതി ദീപാനിൽ, അതായത് ഈ സംഭവം പുറത്തുവിട്ട്, അതായത് പോക്കറ്റ് അടിച്ചതല്ല കുറ്റം, പോക്കറ്റ് അടി കണ്ടതാണ് കുറ്റം എന്ന് പറയുന്ന യുക്തിയാണ്. എന്നാണ് ദീപാനിലിന്റെ യുക്തി. ഞാൻ ചോദിക്കുന്ന അല്ലല്ല, അനാവശ്യമായി സംസാരിച്ച് നമ്മൾ സമയം കളയരുത്. അത് താങ്കളുടെ തന്ത്രമാണെന്ന് പ്രേക്ഷകർ വിചാരിക്കും. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നു, നിങ്ങളെല്ലാം കുടുങ്ങും യഥാവിധി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തിനാണ് കെ സുധാകരൻ പറഞ്ഞത്? നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കെ സുധാകരന്റെ ആ വാക്കുകൾ ഉണ്ട്. ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ എല്ലാ ആളുകളെയും വിളിച്ചിട്ടും അതിനകത്ത് വളരെ സമചിത്തത പാലിച്ചു പോകണമെന്ന് എല്ലാ സീനിയർ നേതാക്കന്മാരോടും ഞാൻ പേഴ്സണലായി സംസാരിച്ചിട്ടുണ്ട്. ഈ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തൂങ്ങുമ്പോൾ നിങ്ങളെല്ലാം തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പച്ച മലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാവരോടും IC ബാലകൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്, മാഷോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാഷോടും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകളാണ്. ശ്രീമതി ദീപാനിൽ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലാവരും ഈ പ്രശ്നം നേരത്തെ പരിഹരിക്കണമേ എന്ന് കെ സുധാകരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദീപാനിൽ മനസ്സിലാക്കിയെന്ന് പറയും. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. വ്യാഖ്യാനമല്ലല്ലോ, ഇത് വാക്കുകളല്ലേ. പക്ഷേ ഒരു പ്രബുദ്ധരായ ഒരു ജനതയാണ് ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ഒരു ബോധ്യം ആ ബോധം ദീപയ്ക്കും വേണം. ആ ബോധം എനിക്കുണ്ട്. കരുവന്നൂർ കേസില്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എത്ര പേരാണ് ജീവനൊടുക്കിയത്? അതിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ ദീപാനിലിനോട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ധാർമ്മികതയുമായി ബന്ധപ്പെട്ട പ്രശ്നം പറയാം. ദീപാനിൽ നവീൻ ബാബു ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലുമില്ലാതെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ CPIM കൈക്കൊണ്ട നിലപാട് എന്താണ്? എത്ര മാതൃകാപരമായാണ്. ആ വിഷയത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ആ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുകയും സർക്കാർ എന്ന നിലയിലുള്ള അന്വേഷണവും മാത്രമല്ല പാർട്ടി തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലേ? പക്ഷേ ഇവിടെ നോക്കൂ രാജിവെച്ചു. രാജിവെച്ചില്ലേ? അംഗമെന്ന സ്ഥാനമല്ല. അതിനു മുമ്പ് അവരുടെ സ്ഥാനം എന്തായിരുന്നു? അവരെ തള്ളിപ്പറഞ്ഞില്ലേ? അവരുടെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ലേ? ദീപാനിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ് ധാർമ്മികമായി അവരുടെ പാർട്ടി ഇപ്പോൾ ജീർണതകളോ വീഴ്ചകളോ ഉണ്ടാവില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതുണ്ടാകുമ്പോൾ എടുക്കുന്ന നടപടി മാതൃകാപരമായിരുന്നു അവരുടെ പാർട്ടി. ഇവിടെ നോക്കൂ, ആത്മഹത്യാക്കുറിപ്പോടുകൂടി നിങ്ങളുടെ നേതാക്കന്മാരുടെ വാതിലുകളിൽ കയറി ഇറങ്ങി ഒരു മനുഷ്യൻ കരയുന്നു. അതിനുശേഷം ജീവനൊടുക്കിയിട്ട് അവരുടെ കുടുംബം വന്ന് നിങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ വന്നിട്ട് പോകുന്നു. എന്നിട്ട് ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്ന് മാത്രമല്ല IC ബാലകൃഷ്ണനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഈ കുടുംബത്തെ അന്തവും കുന്തവും ഇല്ലെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതാണോ ധാർമ്മികത? ഇതാണോ നിങ്ങളുടെ സ്വന്തം സഹപ്രവർത്തകരല്ലേ മരിച്ചു വീണ രണ്ടുപേർ? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത ശ്രീ കെ സുധാകരൻ അല്ലേ IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാനായിട്ട്? നിയമപരമായ നടപടി അതിന്റെ നടപടിക്ക് പോകും. അതിനകത്ത് നിങ്ങൾ എന്തിനാണ് ഓൺ ചെയ്യുന്നത്? കോൺഗ്രസ് എന്ന പാർട്ടി എടുക്കുന്ന നടപടിയെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് എന്ന പാർട്ടി ഈ വിഷയത്തിൽ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്? 8 ദിവസം അത് നേരത്തെ അറിഞ്ഞിരുന്നു എന്ന്. എന്റെ പൊന്ന് ദീപാനിൽ അവിടെ ഈ സംഭവങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നു. എല്ലാവരും തൂങ്ങും, ഇടപെട്ടോണം. IC ബാലകൃഷ്ണനോട് പേഴ്സണലായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായി ഓരോ വ്യക്തിയെയും വിളിച്ചു പറഞ്ഞിരുന്നു സുധാകരൻ എന്ന് പറഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് ഇത് ഇപ്പോഴാണോ അറിയുന്നത്? ഈ 8 ദിവസമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇനി
ശ്രീ വിജയൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള കാര്യമാണ് KPC പ്രസിഡന്റ് പറഞ്ഞത്. കത്ത് കിട്ടിയതിന് ശേഷം അന്വേഷണ കമ്മിറ്റി അങ്ങോട്ട് അയച്ചതിന് ശേഷം അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ട് അയച്ചതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നേരത്തെ ഇടപെട്ടു എന്ന് പറയില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട് നേരത്തെ ഇടപെട്ടു എന്ന് പറയില്ലല്ലോ. ഒറ്റ ദിവസം നോക്കൂ, ഇന്നലെ ഈ കത്തിനെ കുറിച്ച് കെ സുധാകരൻ പറഞ്ഞത് കേൾക്കാം. NM വിജയന്റെ കത്ത് ഇതുവരെ വായിച്ചിട്ടില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞ വാക്കുകൾ. ആ സംഭവത്തെ സംബന്ധിച്ച് അറിയില്ല, അത് ഓഫീസിലിരിക്കുകയാണ്, ഞാൻ ഊരിറ്റുകയാണ്, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴാണ് വായിക്കാൻ സമയം കിട്ടുക, കത്ത് അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ സംഭവം മാറിയതെന്ന് ആ വാക്കുകൾ. ഞാൻ കത്ത് വായിച്ചിനില്ല, കത്ത് വീട്ടിലാണുള്ളത്. അതെ, ഇല്ല, ഇന്ന് ഞാനിപ്പോൾ എത്തിയല്ലോ. കത്ത് കിട്ടി എന്നുള്ളത് ശരി, അതിനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. കത്ത് കിട്ടി വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ കത്ത് കൊടുത്തേക്കാം, നിങ്ങളത് നോക്കിയിട്ട് ആരെങ്കിലും 2-3 ആളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് അന്ന് ആക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഊര് വിറ്റാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? കണ്ടില്ലേ, കത്ത് വായിച്ചിട്ടില്ല, അതവിടെ ഇരിക്കുകയാണെന്ന് പറയുന്നു. ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു, നേരത്തെ ഇടപെട്ടു എന്ന് പറയുന്നു. ഇതിൽ മുഴുവൻ വ്യക്തതക്കുറവുണ്ട്. ദീപ. ആ, മനസ്സിലാവുന്നുണ്ടാണല്ലോ ചോദിക്കുന്നത്. ആ കത്ത് കൊട്ടിയിട്ടുണ്ട്. നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? നേരിട്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, ഇതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു എന്ന മലയാളം മനസ്സിലാവുമല്ലോ. അല്ല, ഇതെങ്ങനെയാണ്? കത്ത് എനിക്ക് കിട്ടീന്, ഞാൻ വായിച്ചിട്ടില്ല. ഇന്നലെ പറഞ്ഞത് ഇതിലും വ്യക്തമായിട്ടാണ്. കത്ത് അവിടെ ഉണ്ട്, ഞാൻ വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇത് ഇന്ന് പറഞ്ഞ വാക്കുകളാണ്. ഇന്നലെ പറഞ്ഞ വാക്കുകൾ വേണമെങ്കിൽ കേൾപ്പിക്കാം. ദീപ കൂടുതൽ വിയർക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വിയർക്കാനായിട്ടൊന്നുമില്ല. ശരി, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ. അത് നിയമപരമായ നടപടിയല്ലേ? അത് നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ നടക്കില്ലേ? ദീപ, നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നിയമപരമായ നടപടി നടക്കും. IC ബാലകൃഷ്ണൻ നിയമ നടപടികളോട് സഹകരിക്കുന്നു അത്രേ. സഹകരിച്ചാലും ഇല്ലെങ്കിലും നിയമ നടപടി നടക്കുന്നേ. ഇത് കോൺഗ്രസ് പാർട്ടി തലത്തിൽ എന്ത് നടപടി എടുത്തു? ആ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ എന്ത് ചെയ്തു എന്നാണ് എന്റെ ചോദ്യം. ദീപ, എന്റെ ചോദ്യം, ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ, കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്ന് വന്ന ബാധ്യതയുടെ കാര്യത്തിൽ നീതി ലഭിക്കാൻ കോൺഗ്രസ് പാർട്ടി എന്ന തലത്തിൽ എന്തിടപെടൽ നടത്തി? അതാണ് പറഞ്ഞത്. ഇതുമായിട്ട് ഈ കത്ത് കിട്ടിയതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ, ഞങ്ങളുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങോട്ട് പോവുകയും ഓരോരുത്തരുമായിട്ട് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിളിച്ച് സംസാരിക്കുകയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ കത്ത് കൈരളി ചാനൽ തന്നെ പറയുന്നു നിങ്ങളാണ് ആദ്യം പുറത്തു വിട്ടതെന്നുള്ള രീതിയിൽ പുറത്തുവിട്ട് ഇത്രയും വലിയ കോളിളക്കം ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നം, ഈ കോഴയും ഒരു മിനിറ്റ് ദീപ, ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ പ്രശ്നം? ദീപ, എന്താണ് ഈ പ്രശ്നം? അതായത് ഉദ്യോഗസ്ഥ നിയമനത്തിനായി പണം വാങ്ങി, എന്നിട്ട് ആ നിയമനം നടത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഉദ്യോഗാർത്ഥികൾ തിരിച്ചെത്തി പണം ചോദിച്ചു. ഇതാണ് അവിടെ നടന്നത്. അപ്പോൾ അതൊരു കോഴ ഇടപാടാണ്. ആ കോഴ ഇടപാടിന് പണം കൊടുത്ത് അത് പരിഹരിക്കാനുള്ള പരിഹാരമാണ് നടത്തിയിരുന്നത്. അതിനെയാണ് നിങ്ങൾ വലിയ ഇടപെടലായി കാണിക്കുന്നത്. അതായത് മുഴുവൻ അധാർമികവും നിയമവിരുദ്ധവുമായ പ്രവൃത്തി. ഞാൻ തിരിച്ചെത്താൻ ദീപ. ശ്രീ ഗഗാറിൻ, എന്താണ് ഇതിൻ്റെ കാതലായ വിഷയം? ഒരുപക്ഷെ ഈ ആത്മഹത്യ 2 എണ്ണമുണ്ട്, അതിൻ്റെ സഹതാപമായ വശമുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കത്ത് സുധാകരന് മനസ്സിലാവാത്തതിന് കാരണം ബത്തേരിയിൽ നടന്ന 3 ബാങ്കിന്റെ കോഴ ഇടപാടാണ് ആ കത്തിന്റെ ഉള്ളടക്കം. അതാണ് ആർക്കും മനസ്സിലാവാത്തത്. അർബൻ ബാങ്ക് മാത്രമല്ല, സഹകരണ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതുപോലെ കാർഷിക, ഈ 3 ബാങ്കിന്റെ കോഴ ഇടപാട് സംബന്ധിച്ചാണ് കത്തിന്റെ ഉള്ളടക്കം എന്നതാണ് സാധാരണ ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അത് സുധാകരന് കൃത്യമായിട്ട് അറിയാം, പക്ഷെ സുധാകരൻ അറിയാത്ത മട്ട് നടിച്ചതാണ്. ദീപ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഏത് പാർട്ടി ആയാലും ആ പാർട്ടിയുടെ കമ്മിറ്റികൾ യോഗം ചേരാറുണ്ട്. പക്ഷെ ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ഒരു യോഗം, കോഴ വാങ്ങിയ ആളുകളുടെ ഒരു യോഗം DCC വിളിച്ചു ചേർത്തു.
ആ യോഗത്തിൽ നിന്ന് IC ബാലകൃഷ്ണൻ ഞാൻ നേരിട്ട് ആരോടും കാശ് വാങ്ങിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഇവരൊക്കെ വാങ്ങിക്കൊടുത്ത കാശാണ്, ഞാൻ നേരിട്ടൊരാളോടും കാശ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ബത്തേരി MLA IC ബാലകൃഷ്ണൻ. ഇത് വയനാട്ടിലെ കോൺഗ്രസ്സുകാരോട് ദീപ ചോദിച്ച് പഠിച്ചു നോക്ക്. കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രത്തിലെ അപൂർവ യോഗം ആയിരിക്കും. കോഴ വാങ്ങിയവരുടെ യോഗം DCC വിളിച്ചു ചേർത്തു. ഇന്നത്തെ DCC പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചനും പഴയ DCC പ്രസിഡന്റ് ശ്രീ PV ബാലചന്ദ്രനും അതിൻ്റെ മുന്നത്തെ DCC പ്രസിഡന്റ് ശ്രീ KL പൗലോസും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ കോഴ തിരിച്ചു കൊടുക്കുന്ന കാര്യം, ജോലി കൊടുക്കാത്തവർക്ക് കോഴ തിരിച്ചു കൊടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ നേരിട്ടൊരാളോട് വാങ്ങിയില്ല, വാങ്ങിയവർ കൊടുത്തോ എന്ന് പറഞ്ഞ MLA ഇറങ്ങി പോയിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും കൃത്യമായിട്ട്. അത് കൃത്യമായി അറിയണമെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായി ഇടപെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായ ഗോപിനാഥൻ മാഷെ പിടിച്ച് കൃത്യമായി കോൺഗ്രസ് ചോദ്യം ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ അറിയും, വളരെ കൃത്യമായിട്ട് അറിയും. കാരണം ഇതെല്ലാം അറിയുന്ന, എനിക്ക് തോന്നുന്നു ബത്തേരിയിൽ ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഗോപിനാഥൻ മാഷ്. എല്ലാ കാലഘട്ടത്തിലെയും ഈ ഇടപാടുകളിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ഗോപിനാഥൻ മാഷ്. ആ ഗോപിനാഥൻ മാഷെ പിടിച്ച് കോൺഗ്രസ് തന്നെ ചോദ്യം ചെയ്താൽ ആരൊക്കെ എത്ര രൂപ ആർക്കൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന കാര്യം കൃത്യമായിട്ട് അറിയാം. ഇതിനിടയിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ഒരു DCC ഭാരവാഹിക്കെതിരെ ഒരു കോൺഗ്രസ്സുകാരിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചൊരു സംഭവം ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഒരു അന്വേഷണം നടത്തുകയും അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന ശ്രീ PV ബാലചന്ദ്രനെ മീനങ്ങാടി വിജിലൻസ് ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് വിജിലൻസിന് കൊടുത്ത മൊഴിയിൽ ഏതാണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഇന്നുണ്ടാവുന്ന വർത്തമാനത്തിൻ്റെയോ അല്ലെങ്കിൽ എഴുത്തിലെ ഏതെങ്കിലും അക്ഷരത്തിൻ്റെയോ പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നിയമനങ്ങളിൽ ഇങ്ങനെ കാശ് വാങ്ങി യാതൊരു മാനദണ്ഡവും ഇല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സംഭവമാണിത്. അതിൻ്റെ ഇരയാണ് ശ്രീ NM വിജയനും അദ്ദേഹത്തിൻ്റെ മകനും. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എന്നത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസ് നേതൃത്വം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇതിലെ ഉത്തരവാദികളായ ജില്ലയിലെ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അവരുടെ പാർട്ടി നടപടിയെടുത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണം. അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ഈ ഓഹരി മുകളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അല്ലെങ്കിൽ മുൻകൂട്ടി KPCC പ്രസിഡന്റ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കുന്നതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുടുങ്ങും എന്ന് മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാവരും തൂങ്ങുന്ന പറഞ്ഞത്, എല്ലാവരും തൂങ്ങുന്നു. ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് ശേഷിയുള്ളവരാണ് അവിടുത്തെ നേതാക്കൾ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ശേഷി എന്താണ്? 2 തരത്തിലാണ് ശേഷി. ഇങ്ങനെ ഉണ്ടാക്കിയ പണം ഇവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. വ്യത്യസ്ത ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ജില്ലയിൽ ശരിക്കും സമഗ്രമായ ഒരു അന്വേഷണം വയനാട്ടിലെ സഹകരണ രംഗത്തെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണ രംഗത്ത് നടന്നിട്ടുള്ള ഇത്തരം അഴിമതിയെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഈ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ളത്. അത് നടത്തുന്നതിന് കഴിയേണ്ടതുണ്ട്. അതിന് പിണറായി വിജയൻ്റെ പോലീസല്ലേ, നിങ്ങൾ അന്വേഷിച്ചോ? പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കൊരു ധാർമ്മികതയില്ലേ? തങ്ങളുടെ പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവ് സ്വന്തം മകന് വിഷം കൊടുത്ത് കൊന്ന് മരിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ പങ്കിനെ അതിനെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഇടപെടാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ. ഞാനിവിടെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും ബാക്കി എല്ലാ കേസിലും പ്രതികരിക്കുന്ന കുറിപ്പറക്കാറുണ്ട്. ഇവിടെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇവർ കത്ത് കൊടുത്തിട്ടുണ്ട്. NM വിജയൻ നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ട്. വയനാടിന്റെ MP ആണ് പ്രിയങ്ക ഗാന്ധി. ഒരു അനുശോചനം പോലും ട്രഷറർ
മകനെ വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തിട്ടും പ്രിയങ്ക ഗാന്ധി മിണ്ടിയോ? രാഹുൽ ഗാന്ധി മിണ്ടിയോ? എന്താണ് പ്രിയങ്ക ഗാന്ധി അനുശോചനം നടത്തിയിട്ടില്ല, വ്യക്തതയുണ്ടതിൽ. എല്ലാവരും അറിഞ്ഞുകൊണ്ട് അറിയാത്ത ഭാവം നടിക്കുന്നു. എവിടെയാ പ്രിയങ്ക ഗാന്ധി മിണ്ടിയോ? വയനാടിന്റെ MP അല്ലേ? മിണ്ടിയിട്ടില്ല. ദേശീയ നേതാവല്ലേ? NM വിജയന്റെ മരണത്തിന് ഉത്തരവാദികളായ അല്ലേ? ആ കുടുംബത്തെ വിളിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ അനുശോചനം പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതാണ്. വല്ലാതെ പറഞ്ഞു പെടണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നടന്നിട്ടില്ല പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കേരളത്തിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളിലും ഇവിടുത്തെ കോൺഗ്രസിന്റെ, സുധാകരന്റെ, KPCCന്റെ, സതീശന്റെ അഭിപ്രായം ഏറ്റുപറഞ്ഞവരാണ്. അവർക്ക് എന്തുകൊണ്ടാണ് വയനാട്ടിൽ നടന്ന ഒരു DCC ട്രഷററുടെ ആത്മഹത്യ, മകനെ വിഷം കൊടുത്ത് സ്വയം മരിക്കുന്ന നിലയിലെത്തിയിട്ട് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എന്തേ മിണ്ടാട്ടല്ലാത്തത്? മിണ്ടണ്ടേ? മിണ്ടണല്ലോ. കാരണം മരിച്ചത് വേറെ ആരുമല്ലല്ലോ, സ്വന്തം പാർട്ടിയുടെ നേതാവല്ലേ. അല്ലല്ല, അങ്ങനെയല്ല. തങ്ങളുടെ തന്നെ നേതാവ്. യഥാർത്ഥ സ്ഥിതി അല്ല. ഇനി എന്താണ് വെളിപ്പെടാനുള്ളത്? ഇനി എന്താ വെളിപ്പെടാനുള്ളത്? സുധാകരൻ പറഞ്ഞില്ലേ എല്ലാരും തൂങ്ങുന്നു. സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്താ വെളിപ്പെടാനുള്ളത്? ഇനി എന്താണ് നിങ്ങൾക്ക് ബോധ്യമാകാനുള്ളതെന്നാണ് ദീപ ചോദ്യം. എല്ലാവരും തൂങ്ങും, അതുകൊണ്ട് എല്ലാം വേഗം തീർത്തോളോ എന്ന് പറഞ്ഞാൽ എല്ലാം വെളിപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചാനലില് ഇടതുപക്ഷത്തിന്റെ തന്നെ ചായ്വുള്ള മാധ്യമ പ്രവർത്തകരെയും ഇടതുപക്ഷത്തിന്റെ ഒരു വക്താവിനെയും കൊണ്ടിരുത്തിക്കൊണ്ട് വന്നിട്ട് ഒരു ആത്മഹത്യയെ കൊലപാതകമോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഇല്ലാത്ത പങ്കോ അതിൽ കൊണ്ടുവരാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട. ശരി, അങ്ങനെയാണ് ദീപയുടെ രാഷ്ട്രീയ ബോധം ചലിക്കുന്നതെങ്കിൽ നല്ല നമസ്കാരം. അങ്ങനെയാണ് ദീപയുടെ രാഷ്ട്രീയ ബോധം ചലിക്കുന്നതെങ്കിൽ നല്ല നമസ്കാരം. ഇവിടെ ശ്രീ M ജയചന്ദ്രൻ പറയുന്നുണ്ടായല്ലോ, ഗോപിനാഥ് മാഷിനെ വിളിച്ചിട്ട് നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന്. ജയചന്ദ്രൻ മാസ്റ്ററെ, അത് ശ്രീ ഗഗാറിനാണ് പറഞ്ഞത്. CPIM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ ഗഗാറിനാണ് പറഞ്ഞത്. നിങ്ങൾക്കാണുള്ളത്, അത് CPM-നാണുള്ളത്. ആ ഒരു രീതിയിലേക്ക് കോൺഗ്രസ് വരുന്നില്ല. അത് പോലീസാണ്. അങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പോലീസാണ് ചോദ്യം ചെയ്യേണ്ടത്. ശരി, ശ്രീ M ജയചന്ദ്രൻ അതല്ല, ഈ കാര്യങ്ങൾ സുധാകരൻ അറിയാലോ. സുധാകരൻ അതല്ലേ പറഞ്ഞത്, എല്ലാരും തൂങ്ങും എന്ന് പറഞ്ഞാൽ എല്ലാം സുധാകരൻ അറിയാം. ശരി, അതായത് ഞാൻ M ജയചന്ദ്രനിലേക്ക് വരാം. അതായത് ഇവിടെ ഇടപെടുന്നുണ്ടായിരുന്നു 8 ദിവസം 2 ദിവസവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇടപെടും എന്നൊക്കെ ദീപ പറയുമ്പോൾ എന്താണ് ഈ ഇടപെടൽ എന്നുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒന്നുമല്ല ഇടപെടൽ. ഈ കോഴപ്പണം തിരിച്ചു കൊടുത്ത് ഈ അഴിമതി എങ്ങനെ മായ്ച്ചു കളയാമെന്ന നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇടപെടൽ എന്ന് പറയുന്നത്. അതിന്റെ പേരിലാണ് ഒരു മനുഷ്യന് മരിക്കേണ്ടി വന്നത്. തീർച്ചയായും ദീപാനിൽ എന്താണ് ഇനി കോൺഗ്രസിന് മുന്നിലുള്ള ധാർമ്മികമായ ഇടപെടൽ? നിയമപ്രശ്നം പറയരുത്, നിയമപരമായുള്ള കാര്യങ്ങൾ അവിടെ നടക്കും, അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും. കോൺഗ്രസിൻ്റെ ഇടപെടലുകൾ എന്തായിരിക്കും? മാത്രമല്ല ഇത് സംബന്ധിച്ച് പുറത്തെത്തുന്ന അഴിമതിയുടെ കാര്യത്തിൽ, കോഴപ്പണം വാങ്ങിയ കാര്യത്തിൽ IC ബാലകൃഷ്ണനോടക്കമുള്ള കോൺഗ്രസിൻ്റെ നിലപാടെന്ത്? കാരണം UDF-ൻ്റെ നിലപാട് CPIM ആരാഞ്ഞിട്ടുണ്ട്. UDF എന്ത് പറയുന്നു, എന്താണ് നിലപാടെന്ന് ഈ വിഷയത്തിൽ? അതുകൊണ്ട് ആ രീതിയിൽ ഒതുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇനി നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നമായി ഒതുങ്ങത്തുമില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കോൺഗ്രസിൻ്റെ നടപടി IC ബാലകൃഷ്ണൻ അടക്കമുള്ള MLA-യുടെ കാര്യത്തിലടക്കം? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടുപേരുടെ മരണത്തിന് കോൺഗ്രസ് പാർട്ടിയിലെ ഏത് വലിയ ഉന്നത നേതാവാണ് അതിൽ പങ്കുണ്ടെങ്കിലും ഒരു ആഭ്യന്തരമായിട്ട് പ്രശ്നമായിട്ട് ഒതുക്കാനും കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കില്ല. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ നയമല്ല. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. പക്ഷെ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ നടപടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്.
അതിനാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന അച്ചടക്ക സമിതിയുടെ ഒരു ടീം അവരത് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് KPC പ്രസിഡന്റ്, DC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് കൊടുക്കും. അത് തീർച്ചയായിട്ടും പാർട്ടി ചർച്ച ചെയ്ത് തെറ്റുകാരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായ നടപടി എടുക്കും. ആർക്കും ഈ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കുറ്റക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാട് കോൺഗ്രസ് പാർട്ടി എന്തായാലും എടുക്കില്ല. അത് കൃത്യമായിട്ട് ശ്രീ പി ഗഗാരൻ, ഇത്ര പാല് പോലെ ശുദ്ധമായൊരു നിലപാടാണോ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ ഈ വിഷയത്തിലുള്ളത്? അത് മാത്രമല്ല, ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഇത് കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാകുമോ? കാരണം ഇതിൻ്റെ പിന്നിൽ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ട വലിയ അഴിമതിയും അതിന് കൂട്ടുനിന്ന DCC നേതൃത്വം അടക്കമില്ലേ? അത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ പ്രശ്നം കൂടി ഇതിൻ്റെ പിന്നിലെ ശ്രീ ഗഗാറിന് അതേ സംബന്ധിച്ച് വരച്ചു കാട്ടുകയും ചെയ്തു നേരത്തെ. അതെ, അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ദീപ പറയുമ്പോൾ വളരെ ക്ലിയറാണ്. ദീപ പറയുന്നത് പോലെയുള്ള ഒരു ക്ലിയറായ സമീപനമല്ല കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടുള്ളത്. കോൺഗ്രസ് ഇവിടെ ചെയ്തത്, കോൺഗ്രസ് ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗങ്ങളും പരിപാടികളും പത്രസമ്മേളനമൊക്കെ നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ്സുകാരെ കുറ്റം മാത്രമല്ല, KPCC മുതൽ AICC മുതൽ ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി മിണ്ടിയില്ലല്ലോ. ഇവിടെ ഒരു ചെറിയ സംഭവത്തിൽ പോലും മിണ്ടുന്നവരല്ലേ അവർ. അപ്പോൾ അവരുടെ കോൺഗ്രസിൻ്റെ നിലപാടാണത്. അവർക്ക് ഒരു ധാർമ്മികതയില്ല, ഒരു മൂല്യബോധവുമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തും ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു വേദി മാത്രമാണ്, ഒരു ഇടപെടൽ നടത്താനുള്ള ഒരു സംവിധാനം മാത്രമാണ്. രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ട മൂല്യബോധത്തെ ശരിയായ നിലയിൽ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. ആ മൂല്യബോധത്തെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ ഇപ്പോൾ ദീപ അവസാനം പറഞ്ഞ കൃത്യമായ നടപടി കോൺഗ്രസ് എടുത്താൽ ഞങ്ങൾ പറയും കോൺഗ്രസ് ശരിയായ നിലക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് എത്തിയെന്ന് പറയും, ഞങ്ങൾ തന്നെ പറയും. ഇപ്പൊ ഇതുവരെ എടുത്ത ഒരു നിലപാട് കൊണ്ട് അങ്ങനെ കോൺഗ്രസിൽ എടുക്കാനാകുമോ? കാരണം ഇത് മുകൾ തട്ട് മുതൽ ബാധിക്കുന്ന പല ഘടകങ്ങളും അതിലില്ലേ? അങ്ങനെ കോൺഗ്രസിന് എടുക്കാനാകുമോ ശ്രീ ഗഗാരൻ? അതിലെ തന്നെ ആഭ്യന്തര വൈരുദ്ധ്യം. കാരണം ഇത് ശരിക്ക് പോലീസ് ചോദ്യം ചെയ്ത് പോയാൽ എവിടെയൊക്കെ ഇതിന്റെ ഓഹരി എത്തി എന്നുള്ളത് കൂടി തെളിയും. അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ചെറിയ പൈസയല്ലല്ലോ. 3 ബാങ്കിൽ മാത്രം നടത്തിയിട്ടുള്ള ഇടപാടുകൾ പരിശോധിച്ചാൽ എത്ര കോടി ഉറുപ്പ്യാണ്? ഒരു സാധാരണ PTSനെ നിയമിക്കാൻ 25 ലക്ഷം ഉറുപ്പ്യ. നിങ്ങൾ വന്നല്ലോ, പുറത്തു വന്നല്ലോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു അനുഭാവിയായ ഒരാൾ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് 30 ലക്ഷം വാങ്ങിയെന്ന്. അയാൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ. 30 ലക്ഷം എന്ത് പോസ്റ്റിലാണ്? കലക്ടർ പോസ്റ്റിലല്ല, ഒരു ബാങ്കിലെ സാധാരണ PTS പിയൂൺ പോസ്റ്റിലേക്കാണ് 25 ലക്ഷം. എൻ്റെ അറിവ് 43 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത ആളുടെ ഇതാണ്. ഇത് എന്നോട് പറഞ്ഞത് നേരത്തെ PV ബാലചന്ദ്രൻ കോൺഗ്രസ് വിട്ടപ്പോൾ എന്നോട് പറഞ്ഞാണ് 43 ലക്ഷം രൂപ കൊടുത്ത ആളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങിയ കോടികൾ കേവലം വയനാട്ടിലെ DCCക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് സുധാകരന് വായിച്ചിട്ട് മനസ്സിലാവാത്തത്. സതീശന് ഇത് എന്താ അവർ പറഞ്ഞത്, ആ കുടുംബം പറഞ്ഞ എന്താന്ന് മനസ്സിലാവാത്തത്. കാരണം ഇത് ശരിക്കും അന്വേഷിച്ചു പോയാൽ എവിടെ എത്തും ഇതിൻ്റെ അറ്റം എന്നുള്ളത് വളരെ ഗൗരവപൂർവമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വിഷയം, കാരണം ഒരു മനുഷ്യൻ്റെ എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ഈ വിഷയം നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പൊതുവിൽ വന്നു ചേരുന്ന ഈ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരായ സമരത്തിൻ്റെ ഒരു നല്ല തുടക്കമായിട്ട് ഇതിനെ മാറ്റണം. അത് വയനാട്ടിൽ തീർച്ചയായിട്ടും CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത് ശരിയായ നിലയിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രക്ഷോഭങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് വയനാട്ടിനകത്ത് നടത്തും. തീർച്ചയായും ഒക്കെ കാട്ടിയ വലിയ അഴിമതിയാണ് ഈ 2 ജീവനുകൾ പൊലിയുന്നതിലേക്കും അങ്ങനെ ഖദറിൽ രക്തം മാത്രമല്ല ആ അഴിമതിയുടെ ചെളി കൂടി പുരളുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ മുതിർന്ന നേതാക്കന്മാർക്കൊന്നും ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരാത്തതും വായിക്കാനാകാതെ കടന്നു പോകേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അതിനൊക്കെ മറുപടിയും പരിഹാരവും കാണുന്നതിലേക്ക് നീങ്ങുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്
ആ മുത്തലാഖിൻ്റെ വാളാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരുടെ KPCC അടക്കമുള്ള നേതാക്കന്മാരുടെ തലയ്ക്ക് മുകളിലാണ് എന്ന കാര്യം ഓർക്കുക. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വിസിലൂടെ പോകുന്നു.